2 കപ്പ് തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഒരു വിസ്കോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലതുപോലെ കട്ടയെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുന്നതിലും നല്ലത് ഇതുപോലെ വിസ്കോ ഫോർക്കോ എന്തെങ്കിലും കൊണ്ട് കട്ടയെല്ലാം നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 2 വെളുത്തുള്ളി, ഒരു 5-6 ചുവന്നുള്ളി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചി എടുക്കുമ്പോൾ വളരെ ചെറിയൊരു കഷ്ണം എടുത്താൽ മതി, കൂടുതലായ കൊള്ളുകയില്ല. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഒരു ഇടികല്ലിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീഞ്ചട്ടി ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഉള്ളിയെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയെല്ലാം ഒന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഒത്തിരി മഞ്ഞൾപ്പൊടി ഇടണ്ട, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഇതുപോലെ ഒരു പിഞ്ച് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് തുടരെ ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ട് ഇത് തിളയ്ക്കാനായിട്ട് അനുവദിക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകും. ഈ ഒരു ലൂസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒത്തിരി ലൂസാവാതിരിക്കുകയാണ് നല്ലത്. അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ഇതിന്നിങ്ങനെ ആവിയൊക്കെ ഇങ്ങനെ കണ്ടോ, ആവിയൊക്കെ പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആവി വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇത് തിളയ്ക്കുന്നതിന് മുമ്പ് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പം നമ്മുടെ മോര് കാച്ചിയത് റെഡിയായി കഴിഞ്ഞു.